നമ്മുടെ സമൂഹത്തിൽ പ്രായമായവരുടെ എണ്ണം കൂടി വരികയാണല്ലോ. പ്രായമായവരെ ബാധിക്കുന്ന അസുഖങ്ങൾ നമ്മളുടെ സമൂഹ ശരീരത്തെ തന്നെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. പ്രായമായവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് സന്ധികളിലുണ്ടാകുന്ന വേദന, പ്രത്യേകിച്ചും മുട്ടുവേദന. മുട്ടുവേദനയുമായി പ്രത്യേകിച്ച് പ്രായമുള്ളവർ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ വളരെ സാധാരണമായി സജസ്റ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ് നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. ഇതോടൊപ്പം തന്നെ ഉയരുന്ന ഒരു സംശയമാണ്, നമുക്ക് ഈ സർജറി, ഈ ശസ്ത്രക്രിയ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഒഴിവാക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സർജറി വേണ്ട എന്ന് വയ്ക്കാനുള്ള അല്ലെങ്കിൽ സർജറി ഇല്ലാതെ ഇരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം രോഗം വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മുട്ട് തേയ്മാനം ഉണ്ടാകുന്നത് പരമാവധി അകറ്റി നിർത്താൻ പറ്റും? ഒന്ന്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ആവശ്യത്തിന് കാൽസ്യം സപ്ലിമെൻറ്റുകൾ പ്രായമായി വരുന്നവർ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ അസ്ഥിയുടെ ബലക്ഷയത്തിനും ജോയിൻ്റ് തേയ്മാനം വരുന്നതും ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ ജോയിൻ്റ് തേയ്മാനം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക. റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നത് നമ്മളുടെ മസിലിനൊക്കെ നല്ല ബലം വരാനും നമ്മളുടെ ജോയിൻറ്റിന് ഒരു സപ്പോർട്ട് ഉണ്ടാക്കാനും അതുവഴി ഈ മുട്ട് തേയ്മാനം വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും. പിന്നെ ബാഡ് ഹാബിറ്റ്സ്, സ്മോക്കിംഗ് പോലെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. നമുക്കെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, ഡയബറ്റീസ് പോലെയോ ഹൈപ്പോതൈറോയിഡിസം പോലെയോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവ വേണ്ട വിധം ചികിത്സിച്ച് നിയന്ത്രിച്ച് വയ്ക്കുക എന്നുള്ളതും അസ്ഥി തേയ്മാനം ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. മറ്റ് രീതിയിലുള്ള വാതരോഗങ്ങൾ, നമുക്ക് ഈ അസ്ഥി തേയ്മാനം വരുന്ന വാതരോഗങ്ങൾ മാത്രമല്ല, ജോയിൻറ്റിൽ നീർക്കെട്ടുണ്ടാകുന്ന തരത്തിലുള്ള വാതരോഗങ്ങളുണ്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ളവ. അങ്ങനെയുള്ള വാതരോഗങ്ങളുള്ളവർ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ഭാവിയിൽ അസ്ഥി തേയ്മാനം ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. പിന്നെ ഹൈ ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ്, ജോയിൻറ്റിൽ ഇഞ്ചുറി വരുന്നതിനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. സ്പോർട്സിൽ ഏർപ്പെടുന്നവർ ആവശ്യത്തിന് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സും ശരിയായ ടെക്നിക്കും സർഫസും ഫുട്വെയറും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതും പ്രോപ്പർ ട്രെയിനിങ് എടുത്തതിന് ശേഷം കോംപ്ലിക്കേറ്റഡായ സ്പോർട്സിൽ ഏർപ്പെടുക എന്നുള്ളതും ജോയിൻ്റ് ഇഞ്ചുറി വരാനുള്ള സാധ്യത കുറയ്ക്കും. പിന്നെ നമ്മളിങ്ങനെ വേണ്ട വിധം ശ്രദ്ധിച്ചു, അതിനുശേഷവും നമുക്ക് മുട്ട് തേയ്മാനം വരുന്നു. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയല്ല. ചെറിയ തോതിലുള്ള തേയ്മാനത്തിന് നമുക്ക് മരുന്ന് വഴിയുള്ള ചികിത്സയുണ്ട്. ചെറിയ തോതിലുള്ള അനാൾജസിക്സ്, വേദന സംഹാരികളൊക്കെ കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ജോയിൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താം, നമ്മുടെ മസിൽ സ്ട്രെങ്ത് നിലനിർത്താം, ജോയിൻറ്റിലെ ലൂബ്രിക്കേഷൻ കൂടുന്ന രീതിയിൽ സർക്കുലേഷൻ അറൗണ്ട് ദ ജോയിൻറ്റ് നമുക്ക് മെച്ചപ്പെടുത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ കണ്ടെത്താൻ പറ്റും. മറ്റൊരു മാർഗ്ഗമാണ്, മുട്ട് തേയ്മാനം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട്. നമ്മൾ മുട്ട് തേയ്മാനമുള്ളവർ പ്രധാനമായും നമുക്ക് ഒട്ടും ആലോചിക്കാൻ പറ്റത്തില്ല നമുക്കൊരു വ്യായാമത്തിൽ ഏർപ്പെടാം എന്നുള്ളത്. എന്നാലും മുട്ട് തേയ്മാനമുള്ളവർക്ക് ഏർപ്പെടാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട്. യോഗ പോലുള്ള വ്യായാമങ്ങൾ, സ്വിമ്മിങ്, പിന്നെ സൈക്ലിംഗ് തുടങ്ങിയ ലഘുവായ വ്യായാമങ്ങൾ, നമ്മളുടെ ജോയിൻറ്റിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും നമ്മളുടെ മസിൽ സ്ട്രെങ്ത് നിലനിർത്താനും ജോയിൻറ്റ് ലൂബ്രിക്കേഷൻ കൂട്ടാനും ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റി നിലനിർത്താനും നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനുള്ള ആവശ്യം കുറച്ച് കാലത്തേക്കൂടെയെങ്കിലും നീട്ടിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനും ഇത്തരം കാര്യങ്ങൾ സഹായിക്കും. പിന്നെ ചില നീ ബ്രേസുകൾ, സപ്പോർട്ടുകളൊക്കെ അവൈലബിൾ ആണ്. ചുരുങ്ങിയ കാലത്തേക്ക് ചിലപ്പോൾ അവയും ഫലപ്രദമായേക്കാം. പിന്നെ ചില ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകൾ, കൊളാജൻ പോലത്തെ, കോൺട്രോയിറ്റിൻ പോലത്തെ, ഗ്ലൂക്കോസമിൻ പോലത്തെ ചില ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകൾ ശരിയായ അളവിൽ കഴിക്കുന്നതും നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഇതിൻ്റെ ആവശ്യകത കുറച്ച് കാലത്തേക്ക് നീട്ടിവെക്കാനെങ്കിലും സഹായിക്കുന്നുണ്ട്. പിന്നെ പുതിയ തരത്തിലുള്ള ഇഞ്ചക്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഓർത്തോബയോളജിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജോയിൻറ്റിനകത്തുള്ള ഫ്ലൂയിഡ് കുറയുന്നതിന് വേണ്ടി അതിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ മർദ്ദം നിലനിർത്താനുള്ള ഇഞ്ചക്ഷൻസ്, ഹൈലറോണിക് ആസിഡ് പോലുള്ള ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളുടെ കാർട്ടിലേജ് ഡാമേജ് പരിഹരിക്കുന്നതിന് വേണ്ടി സ്റ്റെം സെൽ തെറാപ്പി, അതായത് തന്നെ നമ്മളുടെ ബ്ലഡിൽ നിന്ന് പ്ലൂറിപെട്രൽ സെൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് അത് നമ്മുടെ മുട്ടിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന റീജനറേറ്റീവ് തെറാപ്പി, PRP ചികിത്സ, ഇവയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ശ്രമിച്ചു നോക്കാവുന്ന ചികിത്സാ രീതികളാണിവ. ഇനി നിങ്ങൾക്ക് സർജറി തന്നെ വേണം എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ മൊത്തത്തിലുള്ള ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലാതെ ലിമിറ്റഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ ആണ്.
അതായത് മുട്ടിൻ്റെ ഒരു ഭാഗം മാത്രം മാറ്റി വയ്ക്കുക. ഇനി അതുമല്ലെങ്കിൽ നമ്മളുടെ നശിച്ചുപോയ ജോയിൻറ്റ് കാർട്ടിലേജ് ആവട്ടെ, മെനിസ്കൽ കാർട്ടിലേജ് ആകട്ടെ, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സാങ്കേതങ്ങൾ അവൈലബിൾ ആണ്. നമ്മളുടെ ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ് ജോയിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ തേയ്മാനമുള്ളൂ. അപ്പോൾ ജോയിൻറ്റിൽ വരുന്ന മർദ്ദം ജോയിൻറ്റിൻ്റെ മറ്റ് ഭാഗത്തേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ജോയിൻറ്റിൻ്റെ കിടപ്പ് റീഅലൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഓസ്റ്റിയോട്ടമി സർജറികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇത്തരം സർജറികൾ, അതായത് ഓസ്റ്റിയോട്ടമി, റീഅലൈൻമെൻറ്റ് സർജറി, ലിമിറ്റഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, പിന്നെ ഈ ആർത്രോസ്കോപ്പിക് സർജറി, കാർട്ടിലേജ് ട്രാൻസ്പ്ലാന്റ്, മെനിസ്കൽ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിലുള്ള മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് പകരമായോ അതിന് അത് കുറച്ച് കാലത്തേക്ക് മാറ്റിവയ്ക്കുന്നതിന് വേണ്ടിയോ നമുക്ക് ശ്രമിക്കാവുന്ന സർജറികളാണ്. ഇനി ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും ഇത്തരം സർജറികളിലൂടെയോ മരുന്നിലൂടെയോ എക്സസൈസിലൂടെയോ നമ്മളുടെ ബുദ്ധിമുട്ടിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല, നമ്മളുടെ ആക്ടിവിറ്റി ലെവൽസ് കാര്യമായിട്ട് റെസ്ട്രിക്റ്റഡ് ആവുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ലോകത്ത് ഒരു വർഷം 5 ലക്ഷത്തോളം ആളുകൾക്ക് മുട്ടുമാറ്റി വയ്ക്കുന്നുണ്ട്, ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. 90%, 95%-ൽ കൂടുതൽ വളരെ നല്ല വിജയസാധ്യതയുള്ള ഒരു സർജറിയാണ്. അതിനുശേഷം നമുക്ക് സാധാരണ രീതിയിലുള്ള ജീവിതം, സാധാരണ രീതിയിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റിയൊക്കെ സാധ്യമാണ്. നമ്മളുടെ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് പറയുന്നത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിൻ്റെ മുകളിലും താഴെയും വെച്ച് മുറിച്ചു മാറ്റി തികച്ചും കൃത്യമായ ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ പിടിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. നമ്മളുടെ മുട്ടിന് ജോയിൻറ്റിനകത്തുള്ള കാർട്ടിലേജ് എന്ന് പറയുന്ന സ്മൂത്ത് ആയിട്ടുള്ള പടലം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത്. ആ പടലം നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി അതിന് ആരോഗ്യമുള്ള ഒരു മെറ്റലിൻ്റെ പാളി, കൊബാൾട്ട് ക്രോം കൊണ്ടുണ്ടാക്കിയ ഒരു മെറ്റലിൻ്റെ പാളി കൊടുക്കുന്നു എന്നുള്ളതാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇതിന് ശരിക്കും നീ ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് എന്നല്ല, നീ ജോയിൻറ്റ് ആർത്തോപ്ലാസ്റ്റി, അതായത് ജോയിൻറ്റിൻ്റെ സ്വഭാവം മോഡിഫൈ ചെയ്യുന്ന സർജറി എന്നുള്ള രീതിയിലാണ് വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന പക്ഷം നിങ്ങളൊരു വിദഗ്ധനായ ഡോക്ടറെ കണ്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കി അതിലേക്ക് പോകുന്നതിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല.